കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് നമ്മുടെ ജയ ബച്ചൻ, അമിതാഭ് ബച്ചന്റെ ഭാര്യ എന്ന് വേണം പറയാൻ, കാരണം അവർക്കിപ്പോൾ സിനിമകളിലൊന്നും ഇല്ല. അതുകൊണ്ട് അമിതാഭ് ബച്ചന്റെ ഭാര്യ എന്നൊരു ലേബൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഒപ്പം സെൽഫി എടുക്കാൻ ഒരു പുരുഷൻ വരുമെന്ന് അവരുടെ ആരാധകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തള്ളി മാറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുശേഷം കങ്കണ റണൌത്ത് പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. നടി കങ്കണ റണൌത്ത് അവർ മന്ദിയിലെ MP കൂടെയാണ്, BJP MP കൂടെയാണ്. അപ്പോൾ അവർ പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നു. നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചെന്നൊക്കെ കേട്ടു. എന്താണ് വിശദാംശങ്ങൾ? അതായത് ഈ ജയ ബച്ചൻ രാജ്യസഭ MP ആണ്. സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് 2004 മുതൽ രാജ്യസഭയിലുള്ള ഒരു MP ആണ് ജയ ബച്ചൻ. മാത്രമല്ല അവർ സിനിമകളിൽ ഇപ്പോൾ സജീവം അല്ലെങ്കിൽ പോലും, ഇനിയിപ്പം സിനിമാ താരം അല്ലെങ്കിൽ പോലും അമിതാഭ് ബച്ചൻ്റെ ഭാര്യ എന്ന നിലയിൽ എല്ലാവർക്കും അവരെ അറിയാം. അപ്പോൾ ഈ അവരെ ആരാധിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജയ ബച്ചനെ ഒന്ന് പുറത്ത് കിട്ടി കാണുമ്പോൾ, സ്വന്തം അടുത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കണം ഒരു ഭാഗം പിടിച്ചവൻ പോയിട്ട് ഇവരെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുത്തു. സെൽഫി എടുക്കേണ്ട താമസിക്കുക, അയാളെ പിടിച്ച് തള്ളി, നിങ്ങൾക്കൊരു സാമാന്യം ബോധമില്ലേ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ആൾക്കൂട്ടത്തിനടുവിൽ വെച്ചിട്ട് ആ മനുഷ്യനെ അപമാനിച്ചു വിട്ടുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യനെ അപമാനിച്ചു വിട്ട ഒരു സന്ദർഭത്തെ കോട്ട് ചെയ്തിട്ടാണ് കങ്കണ റണൌത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. കങ്കണ റണൌത്ത് പറയുന്നത്, ഇത് അമിതാഭ് ബച്ചന്റെ ഭാര്യ ആയതുകൊണ്ട് ക്ഷമിച്ചു, ജയ ബച്ചൻ അമിതാഭ് ബച്ചന്റെ ഭാര്യ ആയതുകൊണ്ട് ക്ഷമിച്ചു, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇത് എടുത്തു കൊടുത്തേനെന്നാണ് കങ്കണ റണൌത്ത് പറഞ്ഞത്. കങ്കണ റണൌത്ത് ലോക്സഭ MP ആണ്. ഇവരെല്ലാം ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകരാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് രാജ്യസഭ ലോക്സഭ എല്ലാം കണക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ലോക്സഭ മണ്ഡിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് കങ്കണ റണൌത്ത്. അവരും ചലച്ചിത്ര നടിയാണ്, പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുള്ള നടിയാണ്. അപ്പോൾ അവർ ജയ ബച്ചൻ, നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ ഭാര്യ എന്നത് മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ, അതുകൊണ്ട് മാത്രം ഞങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ വെറും ഒരു രാജ്യസഭ MP മാത്രമായിരുന്നെങ്കിൽ ഇതിനപ്പുറം ഞങ്ങൾ പറഞ്ഞേനെ. അല്ല, നിങ്ങളുടെ വസ്ത്രധാരണം പോലും എന്താണ്, നിങ്ങളുടെ തലയിലിരിക്കുന്ന തൊപ്പിയാണോ അതോ കോഴിപ്പൂവാണോ എന്ന രീതിയിലൊക്കെ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ചു. അതായത് ഒരു പുരുഷന് ഒരു അത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ അപമാനം നേരിട്ടതിന് കങ്കണ റണൌത്ത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഒരു തിരിച്ച് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇതിപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഈ പറഞ്ഞതുപോലെ കങ്കണ റണൌത്ത് BJP പ്രതിനിധീകരിച്ചാണല്ലോ, ആ രണ്ട് രാഷ്ട്രീയക്കാരുടെയും അണികൾ തമ്മിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് പോലെയായിട്ട് സാധനം മാറിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പം ഉദാഹരണത്തിന് പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരു സ്റ്റാർ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി എടുക്കാം. സുരേഷ് ഗോപി ഇപ്പം നമ്മുടെ ഇടയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ആളുകളൊക്കെ എന്ത് ചെയ്യും, സുരേഷ് ഗോപിയോട് ഒരു പടം എടുക്കാൻ വേണ്ടി ശ്രമിക്കും, ഇല്ലേ? അതിപ്പം സുരേഷ് ഗോപി എന്നാണല്ലോ, അപ്പോൾ പൊളിറ്റീഷ്യൻസിന് വരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ പോലും അവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സെൽഫി എടുക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഇപ്പം സോഷ്യൽ മീഡിയയുടെ അത്രയും അതിപ്രസരം കാരണം ആളുകൾ ഒരു സെൽഫി എടുക്കുക, എന്ന ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നമ്മളും അയാളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലിൽ ഒരു സെൽഫി എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ജയ ബച്ചനെ പുറത്തൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കിട്ടിയെടുത്തു നിന്നാണ് ഒരാൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വന്നയാളെ തള്ളി മാറ്റി അയാൾ അത്രയും അപമാനിച്ചതിന് അയാളാകെ എന്താ പറയുക, നാണം കെട്ട് ഇല്ലാതായിപ്പോയി. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീ അവരെ തള്ളി മാറ്റിയിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ, സാമാന്യ മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യും. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യേശുദാസുണ്ട്, പിണറായി വിജയനുണ്ട്. സെൽഫി എടുക്കാൻ വന്ന സമയത്ത് കൈ തട്ടി മാറ്റി യേശുദാസ് ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പിണറായി വിജയൻ കൈ തട്ടി മാറ്റിയിട്ട് പോയി. ശരിക്ക് ചില ആളുകൾ പറയും അത് നമ്മുടെ സ്വകാര്യതയാണ്, നമുക്ക് അവരോട് ഫോട്ടോ എടുക്കാൻ താല്പര്യം. അതിലൊരു കാര്യമുണ്ട്, കാരണം ഒരു പെർമിഷൻ ചോദിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊരു ചിത്രം പകർത്തുന്നതാണല്ലോ. അതെ. അപ്പം അതിനൊരു അങ്ങനെ ഒരു മര്യാദ ഉണ്ട്, അത് ഒരു കാര്യമാണ്, അതൊരു വശമാണ്. പക്ഷെ ഇപ്പൊ ഈ കങ്കണ പറഞ്ഞിരിക്കുന്ന, കങ്കണ ഇതാ സ്വന്തം പാർട്ടിയിലുള്ള ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കങ്കണയോടൊപ്പം സെൽഫി എടുക്കാൻ ഒരു പുരുഷൻ, ഇതൊരു പുരുഷനാണല്ലോ, ഇതുപോലെ ഒരു ആരാധകൻ വന്ന് പെർമിഷൻ ഇല്ലാതെ വന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ്, ഇതുപോലെ നിന്നു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ കങ്കണ റണൌത്ത് ഇതിൻ്റെ മറുവശം പറയാണ്. കങ്കണ റണൌത്ത് ഒരു ലോക്സഭ MP ആണ്. അപ്പോൾ അവർ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിലൂടെയാണ് വരുന്നത്. അപ്പം ജനങ്ങൾക്കിടയിലായിട്ട് ഇറങ്ങിച്ചെന്ന് സമ്പർക്കം പുലർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രചരണം, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. പക്ഷേ രാജ്യസഭ MP ആണ് ആര്, നമ്മുടെ
ജയ ബച്ചൻ. അപ്പോൾ അവരെന്ന് പറയുന്നത് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു MP ആണ്. എൻ്റെ അറിവിൽ അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു MP ആണ്. അതെ. അപ്പം അതൊരു ഡയറക്റ്റ് കെട്ടിയിറക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അവിടെ ജനങ്ങളുമായിട്ട് സമ്പർക്കമൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ സുരേഷ് ഗോപി ആദ്യം അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട MP ആയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രൊസീജിയർ അവർക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ബിജേഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയക്കാരനോടൊപ്പം തന്നെ സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് തട്ടിമാരില്ല. കാരണം അവർക്കറിയാം ജനങ്ങൾക്ക് അയാളിലുള്ള പ്രീതിയാണ് ഈ അവരുടെ നിലനിൽപ്പ് എന്നുള്ളത്. ഇത് സിനിമാക്കാർക്കും അറിയാം. പക്ഷേ സിനിമാക്കാർക്ക് ഇതൊരു പ്രിവിലേജ് ആയിട്ടാണ് അവർ കാണുന്നത്. നടന്മാർക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം മമ്മൂട്ടിക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സിനിമ ഉണ്ടാൽ മതി എന്നുള്ള രീതിയിൽ. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കങ്കണ ഈ ഒരു സൈഡിലൂടെ വന്നതുകൊണ്ടായിരിക്കും, അതായത് എന്താ പറയുക, ഈ ജനസേവനം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലൂടെ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഇതറിയാം ജയ ബച്ചന്. ആ അത്തരത്തിലുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു വിവരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, കങ്കണയുടെ ഇപ്പം ഈ അവർ പൊളിറ്റീഷ്യൻ അല്ലായിരുന്നെങ്കിൽ, വെറും ഒരു നടിയായിരുന്നെങ്കിൽ വിജയ് പറഞ്ഞ കറക്റ്റാണ്, അവരെ സമ്മതിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇതിൽ ഒരു പൊളിറ്റിക്കൽ ലൈനാണ് കങ്കണ എടുത്തിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. കാരണം ജയ ബച്ചൻ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് എന്നല്ല, അവരുടെ ഒരു MP ആണ്. കങ്കണ അതുപോലെ തന്നെ BJPയുടെ ഒരു MP ആണ്. അപ്പം സമാജ്വാദി പാർട്ടിയുടെ ഒരാൾ ഇങ്ങനെ ഒരാൾക്കെതിരെ ചെയ്യുമ്പോൾ അതിലൊരു വാർത്തയുണ്ടെന്നും അതിനൊരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുള്ള കങ്കണയുടെ അറിയിക്കണ്ടേ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, യേശുദാസിൻ്റെയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും ഒക്കെ പൊളിറ്റീഷ്യൻസിന് സാധാരണഗതിയിൽ അവർക്ക് ഒരു വിധേയത്വം വേണം സാധാരണക്കാരായ ആളുകളോട്. പക്ഷെ സിനിമാ താരങ്ങൾക്ക് അങ്ങനെ വലിയ വിധേയത്വമൊന്നും ഉണ്ടാവാറില്ല അവർക്ക്. പക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അവർക്കറിയാം, നമുക്ക് ചുറ്റും ക്യാമറയുണ്ട്. പണ്ട് പാപ്പരാസികൾ എന്ന് പറയുന്ന പോലെ ഇപ്പം പാപ്പരാസികൾ ഒളിഞ്ഞാണെങ്കിൽ ഇപ്പം തെളിഞ്ഞു നിൽക്കുന്ന കുറേ പാപ്പരാസികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ജയ ബച്ചൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പക്ഷേ അത് പല നാഷണൽ മീഡിയാസൊക്കെ വലിയ തോതിൽ അത് ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയാണോ സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് പെരുമാറുന്നത് എന്ന രീതിയിലാണ് ചോദിച്ചത്. ജയ ബച്ചൻ എനിക്ക് തോന്നുന്നു അവരതും കഴിഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോയി. അവർക്ക് എന്ത് വാർത്ത, എന്ത് മീഡിയ അറ്റൻഷൻ, ഇതൊക്കെ അവരൊക്കെ ആയ കാലം മുതലേ മീഡിയ അറ്റൻഷൻ കിട്ടി ജീവിക്കുന്ന ഒരാളുകൾക്ക് ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല എന്ന് കരുതാം. പക്ഷേ അവരൊരു രാജ്യസഭാ MP ആണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ട് രാജ്യസഭയിൽ വന്നിട്ടുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഏത് സംസ്ഥാനത്ത് നിന്നാണോ അവർ പ്രതിനിധാനം ചെയ്യുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അവർ നിറവേറ്റേണ്ടതാണ്. അപ്പോൾ അവർക്ക് ആ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ നടപടികളും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടും, കൃത്യമായിട്ട് അത് ചർച്ചയാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ജയ ബച്ചൻ ഇങ്ങനെ ചെയ്തൊരു സാധനം കങ്കണ റണൌത്ത് ഇത്ര നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കാണ് ഈ സാധനം പോയിരിക്കുന്നത്. ഇതിൽ ചുരുക്കി പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നുമില്ല. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു തള്ളി മാറ്റി എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ആ സാധനം പക്ഷേ കങ്കണ വിമർശിച്ചതോടുകൂടി അത് വലിയ വാർത്തയായിട്ട് മാറി. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം കങ്കണയുടെ പോസ്റ്റ് വന്നതോടെ ഇന്നുകൂടെ അത് നാഷണൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ സാധനം. കാരണം അതിനൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരാൾ, ആ ഒരാളുടെ പെരുമാറ്റം ഇത്രത്തോളം വൾഗറാണ് എങ്കിൽ അത് ഏത് രീതിയിലാണ് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് എന്നത് കൃത്യമായിട്ട് BJPക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം BJP കൃത്യമായിട്ട് അതിനെ ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പൊളിറ്റിക്കൽ ലൈനിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്.